നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹലോ, നമ്മൾ തമ്മിൽ പരിചയമില്ല. എന്റെ പേര് സുജാത എന്നാണ്. ഏത് സുജാത? എന്റെ മകനാണ് നിത്യ വിവാഹം കഴിക്കാൻ പോകുന്നത്. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. നിങ്ങൾ എന്തിനാ എന്നെ വിളിക്കുന്നത്? കുറച്ചു മുൻപ് നിത്യയും നിങ്ങളും തമ്മിൽ ഒരു കാര്യം ഉണ്ടായല്ലോ. ആർക്കു വേണ്ടിയാ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തത്? ആർക്ക് വേണ്ടിയാലും നിങ്ങൾക്ക് എന്താ? പെണ്ണുപിള്ളേ, അവള് കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചതിന്റെ പേരില് എന്തെങ്കിലും ഭീഷണിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു 10 മിനിറ്റ് തികച്ചു വേണ്ട, ഇത് നാട് മുഴുവൻ എത്തിക്കാൻ. അയ്യോ, ഞാനൊരു തർക്കത്തിന് വേണ്ടിയൊന്നും വിളിച്ചതല്ല. ദൈവത്തെ ഓർത്ത് ഈ വിവാഹം നിങ്ങൾ ഇല്ലാതെയാക്കരുത്. എനിക്ക് എന്റെ മരുമകളായി ആ കുട്ടിയെ തന്നെ വേണം. അതൊക്കെ നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്തോ, എനിക്ക് ചെയ്യാനുള്ളത് ഞാനും ചെയ്യും. നിത്യയുടെ വിവാഹം മുടക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങളുടെ ഉദ്ദേശം പണമാണോ? എങ്കിൽ എത്ര വേണമെന്ന് പറയൂ, അത് ഞാൻ തരാം. അതൊന്നും വേണ്ട. പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ചോദിക്കുന്നത് എത്രയാണെങ്കിലും അത് തരാൻ ഞാൻ തയ്യാറാണ്. അമ്മേ, അരുത്. നിങ്ങൾ പറയൂ, എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം. ഞാൻ എവിടെ വരണമെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ചോദിച്ചാ ഇതൊരു കുടുംബത്തിന്റെ അപേക്ഷയായിട്ട് കരുതിയാൽ മതി. എന്റെ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ശരി, എങ്കിൽ നാളെ നമുക്ക് സംസാരിക്കാം. ഞാൻ വിളിച്ചു പറയാം. ആയിക്കോട്ടെ, ഒരപേക്ഷയുണ്ട്. നമ്മൾ തമ്മിൽ കാണുന്നത് വരെ ഇക്കാര്യം മറ്റൊരാളും അറിയാൻ പാടില്ല. ശരി, പക്ഷേ എന്നെ കാണാൻ നിങ്ങൾ തീരുമാനിക്കുന്നത് തെറ്റായ എന്തെങ്കിലും ഉദ്ദേശത്തിലാണെങ്കിൽ, എന്നെ ഒറ്റാനാണെങ്കിൽ, അവളും അവളുടെ അച്ഛനും മാത്രമല്ല നിങ്ങളും നിങ്ങളുടെ കുടുംബവും കൂടി ഒരുമിച്ച് അനുഭവിക്കേണ്ടി വരും. മനസ്സിലായോ? മനസ്സിലായി. എന്റെ ഭാഗത്ത് നിന്ന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഞാൻ വാക്ക് പറയുന്നു. എന്നാ ഓക്കെ. പണി ഏൽപ്പിച്ചവര് തന്നാല് 10,000 25,000 ഇതാകുമ്പോ ലക്ഷങ്ങൾ കിട്ടും. ഇപ്പൊ സമാധാനമായോ മോൾക്ക്? അമ്മ എന്താ ഈ ചെയ്യുന്നെ? എന്റെ കാര്യത്തിന് വേണ്ടി എത്ര പണം ചെലവാക്കുന്നത്? ഇതിനൊക്കെ എന്ത് യോഗ്യതയാ എനിക്ക്? നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതാണ് നിന്റെ യോഗ്യത. അവന് കൊടുക്കുന്ന പണത്തിന്റെ കണക്ക് ആലോചിച്ച് മോള് വിഷമിക്കൊന്നും വേണ്ട. നാളെ അമ്മ അവനെ കാണുന്നത് പണത്തിന്റെ കണക്ക് പറഞ്ഞായിരിക്കില്ല, പെണ്ണിന്റെ മാനത്തിന്റെ കണക്ക് പറഞ്ഞായിരിക്കും. ഇനി എന്ത് സംഭവിച്ചാലും അമ്മയോടത് തുറന്നു പറയണം. നമുക്കിടയിൽ രഹസ്യങ്ങൾ വേണ്ട. ഹലോ വിപിൻ, എന്താ താനീ കാണിക്കുന്നേ? എന്താ തന്റെ പ്രോബ്ലം? എന്നെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യണോ? വീണ, എനിക്ക് എന്റേതായ തിരക്കുകളുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? വിപിൻ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കാര്യം കഴിഞ്ഞപ്പോ എന്നെ ഒഴിവാക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിലേ ഒന്നും നീയായിട്ട് ശ്രേയയുടെ അടുത്ത് പറയേണ്ടി വരില്ല. ഞാൻ പറയും, എന്നിട്ട് ഞാൻ നിന്റെ വീട്ടിലേക്ക് കയറി വരികയും ചെയ്യും. എന്റെ വീട്ടിലേക്കോ? എന്താ, ഞാൻ വന്നാ അവിടെ ഒന്നും സംഭവിക്കില്ലേ? ചതിച്ചിട്ട് കൈയൊഴിയുന്നതൊക്കെ പഴയ കാലത്തെ ഏർപ്പാടാ. ഇപ്പോഴത്തെ പെമ്പിള്ളേരെ നിനക്ക് ശരിക്കും അറിയില്ല. ഞാൻ നിന്നെ പോലെ
ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ എന്നെ ആവശ്യമുണ്ടായിരുന്നു. ആ, നിനക്കും. നല്ലൊരു ദിവസം നമ്മൾ ഷെയർ ചെയ്തു. നമ്മൾ രണ്ടുപേരും സന്തോഷിച്ചു. സോ ഇനി നമുക്കതങ്ങ് മറക്കാം. യു ചീറ്റ്. നീ എന്താ പറഞ്ഞെന്ന്? 1-2 ദിവസത്തെ പരിചയത്തിന്റെ പേരില നീ എന്നെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. അങ്ങനെയുള്ള ഒരുത്തി കൂടുതൽ സംസാരിക്കാതിരിക്കുന്നല്ലേ നല്ലത്. നീ എന്താ എന്നെ കുറിച്ച് കരുതിയത്? ഞാനൊരു വഴിപഴിച്ച പെണ്ണാണെന്നോ? ശരിയാ, ഞാനൊരു അബദ്ധം കാണിച്ചു. നിന്നെ എന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ഒരു രാത്രി മുഴുവൻ നിന്നോടൊപ്പം കഴിഞ്ഞു. അത് നീ എന്നെ വിവാഹം കഴിക്കും, ഒരുമിച്ച് ജീവിക്കുന്നുള്ള പ്രതീക്ഷ കൊണ്ടാ. അല്ലാതെ നിന്റെ പണത്തിന്റെ സൗന്ദര്യത്തിന്റെ പേരില് നിന്റെ പുറകെ വന്ന പെണ്ണുങ്ങളുടെ കൂട്ടത്തില് നീ എന്നെ പെടുത്തണ്ട. ഞാനിപ്പോ എന്താ വേണ്ടേ? നമ്മൾ ഒരുമിച്ച് ഒരു രാത്രിയുടെ കൂലിയാണെന്നുണ്ടെങ്കിൽ അത് എത്രയാന്ന് വെച്ചാ പറഞ്ഞാ മതി, ഞാനത് തന്നേക്കാം. നിർത്തടാ, നീ എനിക്ക് വില പറയാണോ? നോക്ക് വിപിൻ, ഒരു മുൻകരുതലും ഇല്ലാതെയാ അന്നത്തെ രാത്രി നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞത്. ഞാൻ പ്രഗ്നന്റ് ആയാലോ? അപ്പോഴും നീ ഇത് തന്നെ പറയോ? പ്രഗ്നന്റ് ആയാൽ അതിന് ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ. എന്തെങ്കിലും അഡ്വൈസ് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. ഇനി എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്, ഓക്കേ? ഹലോ വിപിൻ, ഹലോ വിപിൻ. എന്താടി നീ ഇപ്പൊ പറഞ്ഞേ? എന്നെ ഈ കുടുംബത്തിലുള്ളവരെ നീ ചതിച്ചു അല്ലേ? ഈ വീടിനകത്ത് നീ ഒരാളെ വിളിച്ചു കയറ്റിയില്ലേ? രാമകൃഷ്ണന് ഹരി ഇങ്ങോട്ട് വരട്ടെ, നിന്റെ ആട്ടം ഇന്നത്തോടെ നിർത്തി തരാൻ ഞാൻ. മുത്തശ്ശി പറയുന്നതൊന്ന് കേൾക്ക്. ആരും ഇപ്പൊ ഒന്നും അറിയിക്കണ്ട. അതിനുള്ള പരിഹാരം ഞാൻ തന്നെ ചെയ്തോളാം. എന്തു പരിഹാരമാടി നീ ചെയ്യാൻ പോകുന്നേ? ഇക്കാര്യം പുറത്തറിഞ്ഞാലേ ഹരിക്കും രാമകൃഷ്ണനും പുറത്തിറങ്ങാൻ പറ്റുമോ? ഈ കുടുംബത്തിന്റെ അഭിമാനം എന്താവും? അതൊന്നും നീ ഓർത്തില്ലല്ലോ. രാമകൃഷ്ണനെ വിളിക്കാം, ഇപ്പൊ തന്നെ അവനത് അറിയട്ടെ. വിടാനാ പറഞ്ഞത്, എന്നെ വിടാനാ പറഞ്ഞത്. നിങ്ങളോടൊന്നും പറയരുതെന്നല്ലേ പറഞ്ഞത്? വിട്ടാതെ അടങ്ങി ഒതുങ്ങി ഇരുന്നു ഇവിടെ. ഈ കാര്യങ്ങൾ ആരോടെങ്കിലും പറയാൻ നിങ്ങളുടെ നാവ് പൊന്തിയാലേ കഴുത്ത് ഞെരിച്ചു കൊന്നാളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.